എറണാകുളം ബ്രോഡ്വേയിൽ തീപിടുത്തം 12 കടകൾ കത്തിനശിച്ചു. ശ്രീധർ തിയേറ്ററിന് സമീപത്തെ കടകളിലാണ് തീപിടുത്തമുണ്ടായത്. 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുലർച്ചെ ഏതാണ്ട് 12-ഓടുകൂടിയാണ് എറണാകുളത്തെ വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേയിലെ വ്യാപാര കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഏതാണ്ട് 12ഓളം കടകൾ കത്തി നശിച്ചു. ഫാൻസി അതോടൊപ്പം തന്നെ കളിപ്പാട്ട കടകൾക്കാണ് തീപിടുത്തമുണ്ടായത്. ഈ കാണുന്ന കടകളിൽ ഏതാണ്ട് 12 തീപിടുത്തമുണ്ടാകുന്നു. അതിനുശേഷം മറ്റ് കടകളിലേക്ക് തീ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വിവിധ ഫയർ യൂണിറ്റിലുള്ള ഫയർഫോഴ്സുകൾ ഏതാണ്ട് 8 ഫയർഫോഴ്സുകളാണ് ഇവിടെ എത്തിയത്. ഈ തീപിടുത്ത സമയത്ത് ഇവിടെ കടയിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. കട അടക്കാനുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിന്റെ തോത് വ്യാപ്തി കുറഞ്ഞു എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഇവിടുത്തെ ക്ലീനിംഗ് ജോലിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് തീപിടുത്തം കാണുകയും പിന്നീട് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഫയർഫോഴ്സ് പെട്ടെന്ന് ഇവിടെ എത്തി തീ അണക്കാനുള്ളൊരു ശ്രമം നടത്തിയത്. ഏതാണ്ട് മണിക്കൂറുകളോളം ശ്രമത്തിന്റെ ഭാഗമായാണ് തീ അണക്കാൻ സാധിച്ചത്. പക്ഷേ പുക ഉയരുന്നുണ്ടായിരുന്നു. ഈ പുക പൂർണ്ണമായും അണയ്ക്കാനുള്ളൊരു നടപടി ഇപ്പോൾ തുടർന്നു വരികയാണ്. ശ്രമകരമായൊരു ദൗത്യമാണ് രാവിലെ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കാരണം 8 യൂണിറ്റോളം ഫയർഫോഴ്സുകൾ ഇവിടെ എത്തി തീ അണക്കാനുള്ള ശ്രമമാണ് നടന്നത്. തൊട്ടടുത്തുള്ള ഈ കടകൾക്ക് സമീപത്തുള്ള മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടാകുകയും പിന്നീട് മറ്റ് കടകളിലേക്കൊക്കെ തന്നെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും രാവിലെ തന്നെ ഇവിടെ ആളുകളൊക്കെ എത്തി ഫയർഫോഴ്സിനൊപ്പം തന്നെ ഈ രക്ഷാ ദൗത്യത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഡെപ്യൂട്ടി മേയറും സ്ഥലത്തെത്തി ഇവിടുത്തെ സാഹചര്യം വിലയിരുത്തി. ഏകദേശം 1:30 ഇവിടുന്ന് ചേംബറിൻ്റെ ആൾക്കാരെല്ലാം വിളിച്ചത്. തീർച്ചയായിട്ടും അപ്പം തന്നെ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു. പോലീസുമായിട്ട് സംസാരിച്ചപ്പോഴും തീർച്ചയായിട്ടും ഇത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചത്. ആളപായങ്ങളൊന്നും ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എത്തിയപ്പോഴും വേറെ സാഹചര്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതെന്താണെന്ന് അറിയേണ്ടതുണ്ട്. അത് അറിഞ്ഞിട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. മേയറുമായിട്ട് അറിയിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള മാലിന്യ കൂമ്പാരത്തിനാണ് ഇത്തരത്തിലൊരു തീ പടർന്നെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്തും ഒരു നടപടി ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. ഈ തീ അണച്ച ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ കുടുങ്ങി കിടക്കുന്നതാണ്. എന്തായാലും വലിയ ആശ്വാസകരമായ ഒരു കാര്യം, ഇതുവരെ കാഷ്വാലിറ്റി ഒന്നും തന്നെ ഈ ആളപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ സൈഡിൽ നിന്ന് കത്ത് പിടിച്ചു തുടങ്ങി. അവിടുന്ന് ടെർപ്പായ കിട്ടിയിട്ടുണ്ടായി. അതിമേന്നാണ് അങ്ങോട്ട് പടർന്നാണ് ഞങ്ങൾ കണ്ടത്. ഈ കടയിൽ അവിടെ കുറേ വേസ്റ്റ് കിടപ്പുണ്ടായിരുന്നു. അവിടുന്ന് തുടങ്ങിയെന്നാണ് ഞങ്ങളുടെ ശ്രദ്ധപ്പെട്ടത്. അവിടെ നിന്നാണ് തുടങ്ങിയ ഫസ്റ്റ്. കട അടക്കുന്ന സമയം കൊണ്ട് ആളില്ലാത്തതുകൊണ്ട് വലിയ അപകടം. അതെ അത് ആളുകൾ ഇപ്പോൾ സീസൺ കഴിഞ്ഞില്ല, ക്രിസ്മസ് സീസൺ അല്ലെങ്കിൽ നേരം എടുക്കണവരെ ഇവിടെ ആളുണ്ടാണ്. ഇന്നിപ്പോൾ സീസൺ കഴിഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും ഇല്ല. ഞങ്ങളാണ് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് മാറിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്നാണ് പുക വന്ന് കണ്ടത്. പിന്നെ പെട്ടെന്ന് ഫയർഫോഴ്സ് വന്ന് അടിയന്തരമായിട്ട് എല്ലാവരും ഇടപെട്ട്, കച്ചവടക്കാരാണെങ്കിലും എല്ലാവരും ഇടപെട്ട് പെട്ടെന്ന് ഇത് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വലിയ കുഴപ്പമില്ലാതെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. എന്തായാലും നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഈ സീസൺ ക്രിസ്മസ് സീസൺ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ആളുകളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ക്രിസ്മസ് സീസൺ ഒക്കെ ആണെങ്കിൽ ഏതാണ്ട് പുലർച്ചെ വരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.